Albehato Palinso. നിഷി ഗോത്രഭാഷയിൽ ഇവർ നമ്മളെ പാലിൻ എന്ന ഈ സ്ഥലത്തേക്ക് സ്വാഗതം ചെയ്തതാണ്. അരുണാചൽ മിഷന്റെ വൈവിധ്യമാർന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ചും സംഗീതത്തോടും സെലിബ്രേഷൻസിനോടും വളരെ അടുത്ത് ഉള്ള ആൾക്കാരാണ്. എനിക്കും സംഗീതവും പിന്നെ ഡാൻസും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഗീതത്തോട് ഈ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ട് അവരെ ദൈവത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് നയിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഇപ്പം ഞാൻ വായിച്ച ആ ട്യൂൺ യേശു മസി എന്നുള്ള ഒരു ഗാനമാണ്. അതും യേശുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പാട്ടാണ്. അത് ഇവർക്കെല്ലാവർക്കും അറിയാവുന്ന, ഇവരൊരുപാട് സ്നേഹിക്കുന്ന ഒരു പാട്ടാണ്. ഇവരെ യേശുവിൽ അടുപ്പിക്കാനായിട്ട് സംഗീതം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പള്ളിയിൽ നടക്കുന്ന പാട്ടുകളും പിന്നെ സ്കൂളിലുള്ള പ്രവർത്തനം, ഇതെല്ലാം മ്യൂസിക്കിലൂടെ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വലിയ ബാൻഡ് സെറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയിലുള്ള പാട്ടും പിന്നെ കുട്ടികൾക്കുള്ള മ്യൂസിക് പഠനം എല്ലാം ഇതോടുകൂടി നടക്കുന്നു. യേശുവിനെ സേവിക്കുവാനും മറ്റുള്ളവരെ യേശുവിലേക്ക് അടുപ്പിക്കുവാനും ഈ സംഗീതം വളരെ അധികം ഉപകാരപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജയ് ജിസു. താങ്ക് യു. പാലിനിലെ ഹോളി റോസറി ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കും നൊവേനകൾക്കും അച്ഛൻ്റെ ശ്രുതിമധുരമായ സംഗീത സാന്നിധ്യം ഇവിടുത്തെ യുവതീ യുവാക്കളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ക്രിസ്തു ശാന്തസുന്ദരമായ സംഗീതമായും എന്നേരവും വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തായും മറ്റും അവരുടെ മനസ്സുകളിൽ ചേക്കേറാൻ അച്ഛൻ്റെ സംഗീതത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് അരുണാചൽ മിഷന്റെ ഒരു വ്യത്യസ്തത തന്നെയാണ്. നന്ദി അച്ഛ, വളരെ നന്നായിരിക്കുന്നു. Pailingcho ngul Palin Karadari District Arunachal Pradesh Sahaku Gube. Hello everyone, welcome to our Palin Karadari District Arunachal Pradesh. So मैं आप सभी को ये बताऊंगी कि हमारे पालिन की ये खूबसूरत और इसके बाद ये हमारे जीव जंतु और हम इंसान यहाँ पर कैसे रहते हैं.
तो आप सभी देख सकते हैं कि हम पहाड़ों से घिरे हुए हैं। हमारे यहाँ ढेर सारे पेड़ पौधे हैं और हमारे यहाँ मिथुन भी ढेर सारे पाए जाते हैं। और आप सभी को हम ये भी बताना चाहते हैं कि हमारे यहाँ हम लोग ये इस पारिस के यूथ है, हम लोग प्रभु यीशु की एक भक्त बनकर हम लोग आप सबके सामने में करे हुए हैं। आप सभी हमारे पेड़ पौधे और इसके बाद खूबसूरत पहाड़ियाँ, नदियाँ और इसके बाद आप हमें यहाँ पर देख सकते हैं। और इसके बाद हमें यहाँ हमारे पालिन में ढेर सारे कार्डमम कल्टीवेट किया जाता है। हमारे यहाँ सबसे एग्रीकल्चर फेमस है वो है कार्डमम का। सो आप सभी को धन्यवाद। अल्बे हाथों पालिन सो ഇവിടെയുള്ളവരെല്ലാവരും മുൻകോപക്കാരാണല്ലോ ദൈവമേ. ഇവിടുത്തെ പുരുഷന്മാരുടെ ഒരു പ്രത്യേകതയാണ് ഹോട്ട് ടെമ്പർ എന്ന് മിഷണറിമാർ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്ക് വാളിൻ്റെ ചിത്രം പകർത്താൻ അദ്ദേഹം തന്നത് മനസ്സില്ലാ മനസ്സോടെയാണ്. ഇവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കുറച്ച് സ്ത്രീകൾ ഹൈവേയുടെ വശത്തു മാറിയിരുന്ന് ജോലി ചെയ്യുകയാണ്. പുരുഷന്മാർ വെറുതെ നോക്കിയിരിക്കും, സ്ത്രീകൾ തൊഴിൽ ചെയ്യും. അതും കുട്ടികളെ ചുമലിൽ കങ്കാരു ബാഗിൽ കെട്ടിവെച്ചുകൊണ്ടാണെന്ന് ഓർക്കണം. ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാട്ടിനുള്ളിൽ കൃഷി ചെയ്തുകൊണ്ടുവന്ന വലിയ ഏലം ഒറ്റകളഞ്ഞ് വൃത്തിയാക്കിയെടുക്കുകയാണ്. എന്നിട്ട് വേണം ഇത് നന്നായി ഉണക്കാൻ. എന്നാലേ ഇതിന് വിൽപ്പന മൂല്യം ലഭിക്കുകയുള്ളൂ. ഈ പാവപ്പെട്ടവർക്ക് ഇതല്ലാതെ വേറെ വരുമാനമാർഗം ഒന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. ഇല്ലെങ്കിൽ റോഡിൻ്റെ പുനർനിർമ്മാണം നടക്കുമ്പോഴാണ് തൊഴിൽ ലഭിക്കുന്നത്. അത് എപ്പോഴും നടക്കണമെന്നില്ല. ഈ കുരുന്നുകളിലാണ് മിഷണറിമാരുടെ പ്രതീക്ഷ. ഇവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം. കൂടാതെ വസ്ത്രം, ഭക്ഷണം, അടിസ്ഥാനപരമായ ഇവരുടെ ആവശ്യങ്ങൾ നടന്നാലേ മിഷണറിമാരുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയുള്ളൂ. പാലിനിൽ മിഷണറി പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ ആരംഭിച്ചതിനാൽ ഇന്ന് വളരെയേറെ കുടുംബങ്ങൾ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരാൻ ഉപകരിച്ചു. ഈ സഹോദരിമാർ ഇവിടെ കങ്കാരു മദർ കെയർ ബാഗ് തോളിൽ കെട്ടുന്നതെങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ഇന്ന് ലോകം മുഴുവൻ കങ്കാരു മദർ കെയർ അംഗീകരിച്ചിട്ടുള്ളത് പ്രധാനമായും ഭാരക്കുറവോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനുള്ള ഒരു പ്രത്യേക രീതിയായിട്ടാണ്. പേര് സൂചിപ്പിക്കുന്നതുപോലെ കങ്കാരു മൃഗങ്ങൾ അവയുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതുപോലെ കുഞ്ഞിനെ അവളുടെ അമ്മയുമായി ചർമ്മത്തിൽ നിന്ന് ചർമ്മത്തിൽ അടുപ്പിക്കുന്നതാണ് കങ്കാരു മദർ കെയറിനെ വൈദ്യരംഗത്ത് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലും ചിലർ ആധുനിക രീതിയിലുള്ള കങ്കാരു മദർ കെയർ ബാഗ് കുഞ്ഞിനെ സുരക്ഷിതമായി പരിപാലിക്കുന്നതിനായി ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലും യാത്രാവേളയിലുള്ള സൗകര്യത്തിനായിട്ടാണ് ഉപയോഗിച്ചു പോരുന്നത്. പക്ഷേ ഈ രീതിയിൽ തുണികൊണ്ട് കെട്ടി നെഞ്ചോട് ചേർത്തും ചുമലിലുമായി കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നതാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആരോഗ്യപ്രദം. പാലിനെ സംബന്ധിച്ച് അരുണാചൽ മിഷന്റെ പ്രവർത്തനങ്ങൾ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നതുപോലെ അത്ര ദുഷ്കരമല്ല എന്നത് കേൾക്കുമ്പോൾ ആശ്വാസം തോന്നാമെങ്കിലും യാത്രാ അസൗകര്യം മൂലം ഇന്നും ഇവിടെ നിന്നും പല വിദൂര ഗ്രാമങ്ങളിലേക്ക് സുവിശേഷവുമായി കടന്നു ചെല്ലാൻ തടസ്സം സൃഷ്ടിക്കുന്നത് അരുണാചൽ മിഷന്റെ മുൻപിൽ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് ദൈവം തരുമെന്ന ഉറപ്പിലാണ് അരുണാചൽ മിഷണറിമാർ. ഇപ്പോഴും നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ സൂര്യ ദേവസ്യാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് മെങ്കുവേൽ എന്ന ഒരു കുഗ്രാമത്തിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു വർഷം സേവനം ചെയ്യുകയായിരുന്നു ഡോക്ടർ സൂര്യ. ഉദയസൂര്യൻ്റെ നാട്ടിൽ എത്തിയിരിക്കുന്ന ഈ ഡോക്ടർ സൂര്യയ്ക്ക് ഈ ഉദയസൂര്യൻ്റെ നാട് സമ്മാനിച്ച അനുഭവങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഡോക്ടർ സൂര്യ, ഒരു ഡോക്ടർ എന്ന നിലയിൽ പഠനം പൂർത്തിയായ ഉടനെയാണ് ഡോക്ടർ സൂര്യ ഇവിടെ എത്തുന്നത്. തീർച്ചയായിട്ടും അതിനുണ്ടായ മോട്ടിവേഷൻ എന്താണെന്നൊന്ന് പങ്കുവയ്ക്കാമോ? ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. എനിക്ക് വീട്ടിൽ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, അനിയനുണ്ട്. അപ്പച്ചനും അമ്മച്ചിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഡോക്ടറാക്കിയത്. അവരുടെ ഒരു ലൈഫ് ടൈം, ഒരു മുഴുവൻ ആയുസ്സിൻ്റെ അധ്വാനമാണ് ഞാനിപ്പോൾ ഡോക്ടറായിട്ടിരിക്കുന്നത്. അപ്പം അവരുടെ ഒരു
സ്വപ്നമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാർത്ഥനയായിരുന്നു പാവങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാക്കുക എന്നുള്ളത്. അപ്പം അവരുടെ സ്വപ്നം എൻ്റെ സ്വപ്നമായി എന്ന് വേണം പറയാനായിട്ട്. തീർച്ചയായിട്ടും എൻ്റെ പേരൻസാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. പിന്നെ ഞാൻ കോളേജിലൊക്കെ പഠിക്കാൻ ചെന്നതിന് ശേഷം നമ്മൾ ജീസസ് യൂത്ത് മൂവ്മെൻറ്റുമായിട്ട് ഒക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇയർ കഴിയുമ്പം നമുക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് നടത്തുന്ന ഒരു പ്രോഗ്രാം പ്രൊഫിക്കസ്, ആ പ്രോഗ്രാമിൽ ഞാൻ പോയായിരുന്നു. അപ്പം ആ പ്രോഗ്രാമിൽ അവിടെ വന്ന് ഞങ്ങളുടെ സീനിയർ ഡോക്ടേഴ്സ്, ഞങ്ങളുടെ ജീസസ് യൂത്ത് സീനിയേഴ്സ്, അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ, നമുക്ക് കേരളത്തിന് പുറത്ത് ഉൾഗ്രാമങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കൊരു എമർജൻസി പേഷ്യൻറ്റിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ കേട്ടപ്പോഴത്തേനും ഓക്കെ, എൻ്റെ പഠനം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു വർഷം ഞാൻ എൻ്റെ തമ്പുരാന് കൊടുക്കും, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായി. ഈ ഒരു പ്രൊഫഷൻ ഡോക്ടറായി കഴിഞ്ഞിപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും നല്ല ഒരു ഇൻകം കിട്ടും അല്ലേ? ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കൂട്ടുകാരൊക്കെ പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. എങ്കിലും അവരുടെയൊക്കെ പ്രതികരണങ്ങൾ എന്തായിരുന്നെന്ന് ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ഈ ഒരു വർഷം ഇങ്ങനെ മിഷൻ അരുണാചലിലേക്ക് വരുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യ, ഇപ്പം നിനക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് പിന്നീട് തോന്നിക്കൊള്ളണമെന്നില്ല. എൻ്റെ ഒരു വർഷം ഞാൻ വേസ്റ്റാക്കി എന്നുള്ളൊരു ചിന്ത നിനക്ക് വരും. അപ്പം അതുകൊണ്ട് വേണ്ടാന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ള രീതിക്കാണ് അവർ സംസാരിച്ചത്. അതുപോലെ തന്നെ സീനിയേഴ്സ് ആണെങ്കിലും അവരും പറഞ്ഞത്, നിൻ്റെ കൂടെയുള്ളവർ ഒരുപാട് നിന്നിൽ ഒരുപാട് മുന്നിൽ പോകും. ഈ ഒരു വർഷം നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. അപ്പം ഇങ്ങനെ ഒരു വർഷം കളയാൻ വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കുമ്പോഴത്തേനും ഒരുപാട് ആലോചിച്ച് വേണം ആ ഒരു തീരുമാനം എടുക്കാൻ എന്നുള്ള രീതിക്കായിരുന്നു സീനിയേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും. അയൽവക്കക്കാരൊക്കെ ആണെങ്കിൽ അപ്പച്ചനോടും അമ്മച്ചോടൊക്കെ പറഞ്ഞത്, കൊച്ചിനെ കളയാൻ ഉദ്ദേശിച്ചേക്കുവാണോ, പെങ്കൊച്ചിനെ ഇത്രയും ദൂരത്തേക്ക് തന്നെ വിടുക, അതും ഒരു വർഷം ഒരു പരിചയമില്ലാത്തവർക്ക് തന്നെ വിടുക എന്നുള്ള രീതിക്ക്, അപ്പം ഇനി വേണ്ടായിരിക്കുമല്ലേ കൊച്ചിനെ, ആ ഒരു രീതിക്കായിരുന്നു അയൽവക്കാരുടെയും ഈവൻ റിലേറ്റീവ്സിൻ്റെ ആണെങ്കിലും ഒരു അപ്രോച്ച്. പിന്നെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പച്ചനായാലും അമ്മച്ചിയാണെങ്കിലും ഞങ്ങൾ ഈ 5 വർഷമായിട്ട് ഒരുങ്ങിയതിൻ്റെ ഒരു ധൈര്യം നമുക്കുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരുടെ അടുത്തും ആ ഒരു ധൈര്യത്തിൽ നിന്ന്, ആ ഒരു വിശ്വാസത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരുടെ അടുത്തും സംസാരിച്ചതും മറുപടി പറഞ്ഞതെല്ലാം. MBBS കഴിഞ്ഞു, അത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ മിഷന് പോകാനായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ അരുണാചൽ മിഷൻ തിരഞ്ഞെടുത്തതെന്ന് പറയാം? ജീസസ് മൂവ്മെൻറ്റിനുള്ളൊരു കാര്യമാണ് 1 ഇയർ കമ്മിറ്റ്മെൻറ്റ്, 1 ഇയർ മിഷൻ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് പക്ഷേ 1 ഇയർ മിഷന് പോകാനായിട്ട് ആസ് എ മിഷൻ ഡോക്ടർ അങ്ങനെ വർക്ക് ചെയ്യാനായിരുന്നു താല്പര്യം. അപ്പം ഞാൻ എൻ്റെ ആ ഒരു ആഗ്രഹം എൻ്റെ സീനിയേഴ്സുമായിട്ട് പങ്കുവച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു, ഓക്കെ, നമുക്ക് അരുണാചലിൽ ഇങ്ങനെ നമുക്കൊരു ജീസ് യൂത്ത് അച്ഛനുണ്ട്, അപ്പം അച്ഛനുമായിട്ട് എനിക്ക് കണക്ട് ചെയ്ത് തന്നു അച്ഛൻ. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ അവിടെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അരുണാചലിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. അപ്പോൾ അങ്ങനെ അരുണാചലിലേക്ക് വന്നു. കൂട്ടുകാർ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഏതാണ്ട് 1 വർഷം ഇവിടെ പൂർത്തിയായാണ്. ഈ അവസരത്തിൽ ഈ ഒരു മിഷനിലെ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാം. ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ആഘോഷിച്ചൊരു വർഷമാണ്. എല്ലാ രീതിക്കും എൻ്റെ തമ്പുരാൻ ഒരുപാട് അനുഗ്രഹിച്ചൊരു വർഷമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ഇറ്റാനഗറിൽ നിന്ന് 8 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം ഈ യാത്ര തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു അവസ്ഥയിലും ഈ 8 മണിക്കൂർ യാത്ര, അതും നമുക്ക് എന്താ പറയുന്ന ഓഫ് റോഡ് പോലെയാണ്. ആ ഒരു യാത്രകളും വളരെ മനോഹരമായിട്ട് പോകാനായിട്ട് തമ്പുരാൻ എന്നെ സഹായിച്ചു. പിന്നെ ആണെങ്കിൽ നമുക്ക് ഞാൻ PHCയിൽ ക്വാർട്ടറിലാണ് സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് OP ഉണ്ട്. അപ്പോൾ നമുക്കൊരു അറൗണ്ട് 35 പേഷ്യൻസൊക്കെ 30-35 പേഷ്യൻസൊക്കെ ഒരു ദിവസം നമുക്ക് വരും.
ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും നമ്മൾ പേഷ്യൻസിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അച്ഛന്മാരുടെ കൂടെ നമ്മൾ വീടുകളിൽ നമുക്ക് പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട്. തിങ്കൾ മുതൽ വ്യാഴം വരെ നമുക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും ഓരോരോ വീടുകളിൽ നമുക്ക് പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട്. അപ്പം അവരുമായിട്ട് കൂടുതൽ ഇടപഴകി ജീവിക്കാനുള്ളൊരു അവസരം കിട്ടി. പിന്നെ നമുക്ക് ഒരു 17 വില്ലേജ് ചർച്ചസ് ഉണ്ട്. അപ്പം ഈ വില്ലേജുകളിലൊക്കെ യാത്ര ചെയ്യാനായിട്ട് ഒത്തിരി ദൂരം നടന്ന അനുഭവങ്ങൾ. നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ യാത്രകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂത്തിൻ്റെ കൂടെ യൂത്ത് ഉണ്ടാവും, പിന്നെ അച്ഛന്മാരുണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും. നമ്മൾ ഭയങ്കര ഒരു ആഘോഷമായിട്ടാണ് പോകുന്നത്, പാട്ടുപാടിയും പ്രാർത്ഥിച്ചും. പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു പരിചയിച്ച വഴികളോ ഒന്നുമല്ല, കുന്നും മലയും ഒക്കെയാണ്. പിന്നെ ചെളിയാണ് റോഡ്. അപ്പോഴത്തേനും തെന്നും വീഴും, ഇറക്കവും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും തെന്നി വീഴും. ഒരു ടൂറിങ്ങിന് ഞാൻ പോയത് ഞാൻ 10 തവണ തെന്നി വീണു. അതാണെങ്കിൽ അച്ഛനും ബ്രദറും സിസ്റ്റേഴ്സൊക്കെ ഞാൻ വീഴുന്നത് എണ്ണുമായിരുന്നു. ഞാൻ എൻ്റെ വീട് അങ്കമാലിലാണ്. അപ്പം ഈ നിരപ്പായൊരു സ്ഥലത്തേക്കൂടെ അല്ലാതെ ഞാൻ എൻ്റെ ലൈഫിൽ വർഷത്തിലൊരിക്കൽ മലയാറ്റൂർമല കയറുന്നതിനപ്പുറത്തേക്ക് ഞാൻ ഈ വക യാത്രകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ടൂറിങ്ങുകളൊക്കെ. സൂര്യ ഇവിടെ വരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തണുപ്പ്, കാലാവസ്ഥ അതൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നായിട്ട് വന്ന സമയത്ത് പറഞ്ഞു. എന്ന് വെച്ചാൽ എനിക്ക് അലർജിക് റൈനൈറ്റിസ് നമ്മൾ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പം ഈ തണുപ്പ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുമല്ലോ. അരുണാചൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഓക്കെ, ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഏതെങ്കിലും ഒരു ഇൻറ്റീരിയർ വില്ലേജിൽ പോയി വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഓക്കെ, ഞാൻ പോകാൻ റെഡിയാണേട്ടാന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അരുണാചൽ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ളൊരു സ്ഥലമാണല്ലേ ആ ഒരു ചിന്ത വരുന്നത്. പക്ഷെ തമ്പുരാൻ സഹായിച്ച് നാട്ടിലെനിക്ക് ഉള്ള അത്രയും ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഈ ഒരു വർഷം വളരെ മനോഹരമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. തീർച്ചയായിട്ടും സൂര്യ ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആൾക്കാർക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. ഒരു പക്ഷേ അവരുടെ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെയാണ് കണ്ടത്. അപ്പോൾ തിരിച്ചു പോരുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാരൊക്കെ ഒത്തിരി ദുഃഖിച്ചിരുന്നൊക്കെ ആയിട്ട് അച്ഛന്മാർ പറയുകയുണ്ടായി. സൂര്യയുടെ വികാരം എന്താണ്? അവരുടെ സ്വന്തം മകളെ പോലെയാണ് അവർ നമ്മളോട് പെരുമാറിയിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മെങ്കിയോല ജനതയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ അച്ഛന്മാരോട് ഭയങ്കര സ്നേഹമുള്ളവരാണ്. ഇപ്പം കേരളത്തിൽ നമ്മുടെ ഇടവക അച്ഛന്മാരോടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മളവരെ ബഹുമാനിക്കുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് നമ്മുടെ സ്വന്തമാണ്, എൻ്റെ വീട്ടിലെയാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ഒരാളാണ്, എൻ്റെ മകനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ് എന്നുള്ളൊരു രീതിക്ക് നമ്മളവരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മെങ്കിയോല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തമാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ. അവരെ അച്ഛന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുന്നൊരു ജനതയാണ്. അപ്പം എന്നെ അവർ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പെങ്ങള് എന്നുള്ള രീതിക്കാണ്. അപ്പം അച്ഛൻ്റെ പെങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ വീട്ടിലെയാണ്. പിന്നെ വേറൊരു കാര്യം, അച്ഛൻ തന്നെയാണ് എന്നെ ഭാഷ പഠിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്തത്. അപ്പം നമ്മൾ ഭാഷ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവരെന്നെ നിഷിയാക്കി, അവരുടെ സ്വന്തം ട്രൈബിലെ ഒരാളാക്കി. ഞാൻ ഭാഷ പഠിച്ചു തുടങ്ങിയപ്പം അവരുടെ അടുത്തു നിന്നുള്ള ആ റെസ്പോൺസ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളൊരു ആഗ്രഹം തരും. എന്നുവെച്ചാൽ അവർ നമ്മളെ തെറ്റൊക്കെ പറയുവാണെങ്കിലും അവരെ തിരുത്തി തരും. അങ്ങനെയല്ല, ഇങ്ങനെ വേണം ഡോക്ടറെ പറയാനായിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം തെറ്റ് തിരുത്തുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രീഡം അവർക്ക് നമ്മുടെ അടുത്ത് തോന്നിയിട്ടാണല്ലോ. അപ്പം അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മളിപ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുവാണെങ്കിലും അവർ നമ്മൾ സ്വന്തം വീട്ടിൽ ചെന്നാലും നമുക്ക് എവിടെയും അവർ അടുക്കളയിൽ കയറി ചെല്ലാം ഒന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ എപ്പോൾ കയറി ചെന്നാലും നമ്മൾ വരുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. നമ്മൾ എപ്പോൾ കയറി ചെന്നാലും അവർ നമ്മളെ സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. സൂര്യയുടെ മാതാപിതാക്കൾ സഹോദരനും എല്ലാം ഇവിടെ വന്നിരുന്നു. ഏതാണ്ട് 40 ദിവസം നിങ്ങളോടൊപ്പം താമസിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് എന്താ? അവരെന്താണ് ഈ ഒരു മിഷനെ കുറിച്ച് പറഞ്ഞത്? എൻ്റെ അപ്പച്ചനും അമ്മച്ചി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സർക്കിൾ വിട്ടിട്ട് പുറത്ത് എവിടെയും
പോയിട്ടില്ലാത്ത, കേരളത്തിൽ നിന്ന് പുറത്ത് എവിടെയും പോയിട്ടില്ലാത്ത ഒരു ആൾക്കാരാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു എൻ്റെ അപ്പനെയും അമ്മേനെയും പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പോഴത്തേനും ഈ ഒരു വർഷം തമ്പുരാൻ എനിക്ക് എൻ്റെ ആ ഒരു ആഗ്രഹം, ഈവൻ എന്താ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന ഏറ്റവും ചെറിയ, ഏറ്റവും സില്ലി ആയിട്ടുള്ള ആഗ്രഹങ്ങൾ പോലും അവനത് വലിയ വില കൊടുത്താൽ കാണുന്നത്. നമ്മളെ അത്രയും പ്രഷ്യസ് ആയിട്ടാണ് പുള്ളി കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചുമ്മാ ചിന്തിച്ചൊരു കാര്യത്തിന് അവൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ എൻ്റെ ആ ഒരു ആഗ്രഹത്തിന് തമ്പുരാൻ അത് നിവർത്തിച്ച് തന്നു എനിക്ക്. പ്രാർത്ഥിച്ച അങ്ങനെയൊന്നുമല്ല, വെറുതെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. പിന്നെ അവര് എൻ്റെ അടുത്ത് നിന്നുള്ള കേട്ടുള്ള അറിവ് മാത്രമല്ലേ ഉള്ളൂ. മെങ്കിയോലെ ജനങ്ങൾ നല്ല മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ അവർ നമ്മളെ സ്വന്തം കുടുംബത്തിലൊരു അംഗത്തെ പോലെ കാണുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുള്ളൊരു അറിവുള്ളൂ. പക്ഷെ വന്ന് കാണുമ്പം ഈ കേൾക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ്. അപ്പം വന്ന് കണ്ടപ്പോഴത്തേനും സൂര്യ നീ പറഞ്ഞ പോലൊക്കെ തന്നെയാട്ടോ. പക്ഷെ അവർക്ക് അവിടുത്തെ ജനങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇപ്പം എന്നെ വിടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ കൊച്ചിനെ വേണ്ട കളയുവാണോ എന്നുള്ള രീതിക്കായിരുന്നല്ലോ. അപ്പം അവർക്ക് തന്നെ ചിലപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നിട്ടുണ്ടാവണം, ഒരു ഐഡിയ ഇല്ലാത്തൊരു സ്ഥലത്ത് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ. പക്ഷെ വന്ന് കണ്ടപ്പോഴത്തേനും അവര് ചിന്തിച്ച കാര്യം എനിക്ക് തോന്നുന്നത് കേരളത്തിലേലും സേഫ് ആയിരുന്നു ഞങ്ങളുടെ മകൾ ഇവിടെ എന്നുള്ള രീതിക്ക്. കാരണം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അപ്പനും ഒരു അമ്മയുള്ളൂ. പക്ഷെ മെങ്കിയോല അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെങ്കിയോല എത്ര അപ്പന്മാരോ അമ്മമാരോ ഉണ്ടോ അവരെല്ലാവരും നമ്മുടെ സ്വന്തമാണ്. സൂര്യ, ഈ ഒരു വർഷക്കാലം സൂര്യക്ക് നഷ്ടമാകുമെന്ന് കൂട്ടുകാരൊക്കെ പറഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിൽ സൂര്യ തീർച്ചയായിട്ടും ഒത്തിരി നന്മകൾ ആർജിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. എങ്കിലും പ്രധാനമായിട്ട് 1-2 കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് സ്പർശിച്ച കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാം. നമ്മൾ മുന്നേ വളരെ അത്യാവശ്യമാണെന്ന് നമുക്ക് തോന്നിയിരുന്ന പല കാര്യങ്ങളും ഇവിടെ വന്ന് നമ്മൾ ജീവിക്കുമ്പോഴത്തേനും അതെല്ലാം ആർഭാടങ്ങളായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ലളിത ജീവിതം കാണാം. വളരെ വളരെ ചുരുങ്ങിയ അവസരങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ചുരുങ്ങിയ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് വളരെ മനോഹരമായി ജീവിക്കാമെന്ന് അവർ നമുക്ക് കാണിച്ചു തരും. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം. പ്രാർത്ഥനയിൽ പരസ്പരം എങ്ങനെ സഹായിക്കാം എന്നുള്ളത് നമ്മൾ അവരെ കണ്ടുപഠിക്കും. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾ അസുഖം വന്നു, ചെറിയൊരു തലവേദന ആയിക്കോട്ടെ, എന്ത് അസുഖം വന്നാൽ ആദ്യം തന്നെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകും. അതെല്ലാം കഴിഞ്ഞ് പല ഡോക്ടർമാരെ മാറി മാറി കാണും. എല്ലാം കഴിഞ്ഞ് ഡോക്ടർമാരെല്ലാവരും വയ്യാതായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മളപ്പോൾ കർത്താവിനെ ഓർക്കും. അപ്പോൾ ധ്യാനത്തിന് പോകും, സൗഖ്യം കിട്ടും. ആ ഒരു രീതിക്കാണ് എല്ലാം കഴിഞ്ഞ് ഇനിയൊരു ആശ്രയം ഇല്ലാന്ന് തോന്നുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. പക്ഷേ അരുണാചൽ അല്ലെങ്കിൽ മെങ്കിയോല ജനങ്ങളിലെ നമ്മൾ കാണുമ്പോഴത്തേനും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ആദിമ ക്രൈസ്തവരുടെ കാര്യം പറഞ്ഞ പോലെയാണ്, ഉടനെ തന്നെ അയൽവക്കത്തൊക്കെ ചെന്ന് പറയും അവർ, എൻ്റെ കൊച്ചിന് വയ്യ അല്ലെങ്കിൽ എൻ്റെ അപ്പന് വയ്യ, തലവേദനയാണ്, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ വരണം. എല്ലാവരും വരുന്നു, അവരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അവർ കൊച്ചിനെയും കൊണ്ട് അല്ലെങ്കിൽ ആ രോഗിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ അച്ഛനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നു. അവരുടെ ഒരു ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിനുള്ള ആദ്യത്തെ ഉത്തരം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയോട്, ആ ഉത്തരത്തോടു കൂടിയാണ്, പ്രാർത്ഥനയോട് കൂടെയാണ് ബാക്കി എന്തിനും കൂടെ സ്ഥാനമുള്ളൂ. സൂര്യ, ഈ പറയുന്നതിനകത്ത് വളരെ കാര്യമുണ്ട്. കാരണം പലപ്പോഴും അവരുടെ മരുന്നുകളൊക്കെ അവർ പള്ളിയിലൊക്കെ കൊണ്ടുവന്ന് ആശീർവാദം മേടിച്ച് കഴിക്കുന്നതിന് മുമ്പ് കൊണ്ടുപോകാറുണ്ട്. തീർച്ചയായിട്ടും അത് അവരുടെ ഒരു വിശ്വാസം, വളരെ വളരെ വലിയൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട് സൂര്യയുടെ ഈ ഒരു വർഷത്തെ ജീവിതത്തിൽ നിന്ന് കൂട്ടുകാർക്ക് നൽകാനായിട്ട്, യുവാക്കന്മാർക്ക് നൽകാനായിട്ട് എന്ത് സന്ദേശമാണ് ഉള്ളത്? നമ്മൾ എല്ലാവരും ഇപ്പം ഏത് പ്രൊഫഷനിലുള്ളവരായാലും എത്രമാത്രം സമയം, വളരെ കുറച്ച് സമയമാണെങ്കിൽ കൂടി നമുക്ക് തമ്പുരാന് കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഈ വക സേവനങ്ങൾ കിട്ടാത്ത ഇതുപോലെയുള്ള ഉൾഗ്രാമങ്ങളിൽ കുറച്ച് നാളത്തേക്കെങ്കിലും പ്രവർത്തിക്കാനായിട്ട് അവർക്ക് ഒരു സമയം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഒപ്പം ആ ജനങ്ങൾക്കും അത് വലിയൊരു സഹായമാവും, പ്രത്യേകിച്ച് ഡോക്ടർമാർ. എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 8 മണിക്കൂർ യാത്രയുണ്ട്, തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ 8 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം നമ്മൾ
കോളേജിലോ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഒന്നും കാണാത്ത ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സേഫ് സോണിൽ നിന്ന് പുറത്ത് വന്ന് മറ്റുള്ളവരുമായിട്ട് അവരോടൊപ്പം ജീവിക്കാനായിട്ടുള്ളൊരു അവസരം നമുക്ക് ഇതുപോലെയുള്ള മിഷൻ എക്സ്പീരിയൻസസ് തരും. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ വന്ന് എത്തുമ്പോൾ പരമാവധി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവരത് അർഹിക്കുന്നുണ്ട്, അത് കൊടുക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ഇത് ഡോക്ടർ സൂര്യ ദേവസ്യ അങ്കമാലിക്കാരിയാണ്. ഇതുപോലെ അനേകം യുവതി യുവാക്കന്മാർ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. ഇവിടെ വന്ന ഈ ഒരു മിഷൻ എക്സ്പീരിയൻസിലൂടെ അവരെന്താണ് മിഷൻ എന്ന് മനസ്സിലാക്കാനും പക്ഷേ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്താനും അവർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സൂര്യ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ഒരു മിഷനും ഇവിടുത്തെ ജനത്തിനും ചെയ്ത എല്ലാ സമയത്തും നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിനും പ്രത്യേകം നന്ദി. ഇവിടെ വാഹനങ്ങൾക്ക് പ്രവേശനം അസാധ്യം. മിഷണറിമാരല്ലാതെ മറ്റാരും യാത്ര ചെയ്തിട്ടില്ലാത്ത കൊടുങ്കാട്ടിന് നടുവിലൂടെ അതിസാഹസികമായ ഒരു മിഷൻ യാത്ര. പുറം ലോകത്തുള്ള ആരും കണ്ടിട്ടില്ലാത്ത ഒരു വിദൂര ഗ്രാമത്തെ തേടിയുള്ള യാത്ര. ചരിത്രത്തിൽ ആരും തന്നെ കടന്നു ചെല്ലാത്ത ആ ഇടത്തേക്ക് ഷാലോം ടെലിവിഷൻ ടീം അംഗങ്ങൾ ചെന്നു ചിത്രീകരിച്ച ആ അപൂർവ ദൃശ്യമേളയിലേക്ക് പ്രിയ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. അരുണാചൽ മിഷൻ. ഇത് ചങ്കൂറ്റമുള്ളവരുടെ മിഷൻ.